നമുക്ക് പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാമേ. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് സവാള ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ വറ്റി മഷ്റൂം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു പകുതി പോർഷൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാമേ. നമുക്കിതിലേക്ക് സൂപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ മഷ്റൂം കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടില്ലേ, അതും കുറച്ച് ബദാമും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണേ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ചാനലിൽ പോയി കാണണേ.